രേഖപ്പെടുത്തുന്നു. ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി, ഇതിൽ നിന്ന് വിമോചനം നേടുന്നതിന് വേണ്ടി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും ദ്വീപുകളിലും നടത്തുന്ന ലഹരി വിരുദ്ധ യാത്രയുടെ ഒരു പോയിന്റ് ഇന്ന് പ്രഭാതത്തിലൂടെ ആയിരിക്കുന്നത്. ചില നിമിഷങ്ങൾ നിങ്ങളുടെ വിലയേറിയ ചിന്തകൾ ഞങ്ങളുടെ ഉച്ചഭാഷണിയിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ശരണപ്പെടുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 145 കോടി ജനങ്ങളുള്ള സുന്ദരമായ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, ഭാവി ഇന്ത്യയിലേക്ക് നാം നോക്കുമ്പോൾ അനവധി സ്റ്റേറ്റുകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. 3.5 കോടി ജനങ്ങളുള്ള ഏകദേശം 15ഓളം ജില്ലകളായി നമ്മുടെ കേരളം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന വിപത്തുകളെ പറ്റി ചില നിമിഷം നിങ്ങളോട് പറയുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ നോക്കുമ്പോൾ കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴ ഇവിടെ പെയ്യുന്നു, ശാസ്ത്രജ്ഞ ടെക്നോളജികൾ ഇവിടെ വളരുന്നു, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുതിച്ചു പായുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, 2019 ഒക്ടോബർ മാസം ചൈനയിൽ നിന്നൊരു ഒറിജിനൽ വൈറസ് കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി ലോകത്തിന്റെ താളഗതികളെ നെറ്റിച്ചു കളഞ്ഞു. അതിന്റെ നടുവിൽ ട്രെയിൻ ഓടാതിരുന്നു, ബാങ്കുകൾ നിശ്ചലമായി, അതുപോലെ തന്നെ സ്കൂളുകളും ഓഫീസുകളും അടച്ചിട്ടൊരു കാലം. നമ്മുടെ കൊച്ചു കേരളത്തിൽ നോക്കുമ്പോൾ 83,000 പേര് കോവിഡ് എന്ന മഹാമാരിയിൽ കേരളത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. 2 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള പ്രിയപ്പെട്ടവർ കോവിഡിൽ മാറ്റപ്പെട്ടു. കാസർഗോഡ്, തലപ്പാടി മുതൽ തിരുവനന്തപുരം, കളിയിക്കാവിള വരെ 83,000 പേർ മാറ്റപ്പെട്ടു. എന്നിട്ട് കോവിഡൊക്കെ ഇവിടെ മാറിയിട്ട് പോലും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. അതിനോടനുബന്ധിച്ച് സാമൂഹിക തിന്മകൾ ഇന്ന് മനുഷ്യനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി വളരെ വ്യക്തമായി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. ഒരു 2027 ആകുമ്പോൾ സ്വാതന്ത്ര്യലബ്ധിയുടെ ഏറ്റവും നിർണായകമായി 80 വർഷത്തിലേക്ക് നാം പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തെ നോക്കുമ്പോൾ ഇന്നത്തെ സ്ഥിതിഗതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 83,000 പേർ മരിച്ചിട്ട് പോലും ഇന്ന് കൊലപാതക പരമ്പര ഒന്നാമതായി വരുന്നു. ഏത് ദിവസം പത്രമെടുത്താലും ചേട്ടൻ അനിയനെ കൊല്ലുന്നു, അപ്പൻ മകനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. ഇതിനൊക്കെ ഒരു പ്രതിവിധി ആർക്ക് തരുവാൻ കഴിയും? ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് ഇതിന് കഴിയുമോ? എറണാകുളം ജില്ലയിൽ തന്നെ അനവധി കൊലപാതകങ്ങൾ നിങ്ങൾ മിനിറ്റ് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. സ്വത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്നു, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വെള്ളൽ വീഴുമ്പോൾ കൊലപാതകം നടത്തുന്നു. ഇതൊന്നും ഒരു പരിഹാരമല്ല. കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ കരിമ്പനാൽ എന്ന് പറയുന്ന ഒരു കുടുംബം, അതിന്റെ പ്രത്യേകത ഇഷ്ടംപോലെ നല്ല ധനവാന്മാരായിരുന്നു. 40 കോടി രൂപയ്ക്ക് വേണ്ടി സ്വന്തം ഒരമ്മയുടെ ഉദരത്തിൽ വളർന്ന 2 ചെറുപ്പക്കാർ ഒരുവനെ വെടിവെച്ചു കൊണ്ടു കളഞ്ഞു. അത്രയും നീചമായ പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നു. സ്വത്ത് തർക്കം നടക്കുമ്പോൾ സ്വന്തം അപ്പനെ മക്കൾ കൊത്തിക്കൊല്ലുന്ന ഒരു കാലം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഒരു കാലത്ത് നമ്മുടെ പത്രങ്ങൾ എടുക്കുമ്പോൾ നല്ല വാർത്തകൾ കാണുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ മലയാള മനോരമയാകട്ടെ, മാതൃഭൂമിയാകട്ടെ, ദേശാഭിമാനിയാകട്ടെ, 2 പേജിൽ കൊലപാതകത്തിന്റെ വാർത്തകൾ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന് എന്ത് പറ്റി? ഭാവി കേരളം, സുന്ദര കേരളം, സാക്ഷര കേരളം, ഭർത്താവ് ഭാര്യയും കാമുകൻ കാമുകയും ചെറുപ്പക്കാരെയും കൂടെ കടുപ്പിക്കുന്ന പെൺകുട്ടി വിവാഹം നിരസിക്കുമ്പോൾ അവളെ പെട്രോൾ ഒഴിച്ചു കൊല്ലുന്ന കേരളമാണ് തിരുവല്ലായും എറണാകുളവും ഒക്കെ കാണുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം വേണ്ട. FIR എടുത്താലും അത് കഴിഞ്ഞ് കുറ്റപത്രം എടുത്താലും ഇന്നത്തെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ, ഏഷ്യാനെറ്റും മനോരമയും മീഡിയ വണ്ണമല്ല, അരമണിക്കൂർ കുറ്റപത്രത്തിന് പോലീസിന്റെ റിപ്പോർട്ടിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. മതങ്ങൾ ഇവിടെയില്ലേ, സംഘടനകൾ ഇവിടില്ലേ, ആചാര്യന്മാർ ഇവിടില്ലേ, ക്ലാസുകൾ ഇവിടില്ലേ, ബോധവൽക്കരണം ഇവിടില്ലേ? എന്തുകൊണ്ട് ഇത് നടക്കുന്നു? അതിൽ നിന്ന് ഒരു റിലീഫ്, ഒരു ആശ്വാസത്തിന് വേണ്ടിയാ ഞങ്ങൾ ഈ പെരുമ്പളം ദ്വീപിലെത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമായി ഏറ്റവും നിർണായകമായി ഇവിടെ നടക്കുന്നത് ആത്മഹത്യ. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. ഒരു കാലത്ത് ആത്മഹത്യ വല്ലപ്പോഴും കേട്ടുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള പോലീസിന്റെ ഒരു റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കേരളത്തിൽ 15 പേർ
ആത്മഹത്യ ചെയ്യുന്നു. ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഒരു ദിവസം 15 പേർ നമ്മുടെ കേരളത്തിൽ സാമ്പത്തികമായി നടക്കുമ്പോൾ കടഭാരത്തിന്റെ നിവർത്തിക്ക് വേണ്ടി വീട്ടിലെ പ്രിയപ്പെട്ടവർ ആത്മഹത്യ ചെയ്യുന്നു. SSLCയോ +2ലോ റിസൾട്ടുകൾ തോറ്റു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കിണറ്റിലകത്തെല്ലാം ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലം വരാറായി. എന്തൊരു വല്ലാത്തൊരു ഭാവി കാലമായി ഇവിടെ വരുന്നത്. കുടുംബവഴക്കുണ്ടായാൽ ആത്മഹത്യ വരുമാൻ കാലമായി. വീട്ടിനകത്ത് കശപിശമുണ്ടായാൽ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഇന്ത്യയെ അപേക്ഷിച്ച് നല്ലൊരു സംസ്ഥാനമാണ് കേരളം. നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരുപക്ഷെ തമിഴ്നാടോ ആന്ധ്രയോ ഒറീസയോ ഛത്തീസ്ഗഡിലോ ഇത്രയും ആത്മഹത്യ ഇല്ലാതിരിക്കുമ്പോൾ മാനത്തോടിരിക്കുന്ന മലയാളി ഇന്നിവിടെ വരെ എത്തി സാധാരണ പ്രതിസന്ധികളുടെ നടുവിൽ നെറ്റുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഡിഗ്രി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനൊരു പ്രതിവിധി വേണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ കവലയിൽ നിന്ന് ഇതിനൊരു ബോധവൽക്കരണ സെമിനാർ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത്. ആത്മഹത്യ എന്നൊരു പരിഹാരമല്ല. അതിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യമായി ഇന്ന് പെരുമ്പളം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ പേര് വിവാഹമോചനം. ഏറ്റവും നല്ല സംസ്ഥാനം, നല്ല വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം, സാക്ഷരതയുള്ള സംസ്ഥാനം. ഇന്ന് ഏറ്റവും കൂടുതൽ വിവാഹമോചനം കേരളത്തിൽ പെരുകുന്നു. 1987 സഖാവി കെ നായർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മാത്യു ടി തോമസ് എന്ന് പറയുന്ന തിരുവല്ലക്കാരൻ മുൻ മന്ത്രി ഇപ്പോഴത്തെ MLA-യുമായ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സാർ ആദ്യത്തെ വിവാഹമോചന കോടതി തിരുവല്ലയിൽ തരണം. തിരുവല്ലയുടെ പ്രത്യേകത ക്രൈസ്തവരുടെ കൺവെൻഷൻ നല്ലതുപോലെ നടക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന സൂക്തങ്ങൾ പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആദ്യത്തെ വിവാഹമോചന കോടതി വന്നു. ഒരപ്പനും അമ്മയ്ക്കും ഒരുപക്ഷെ 2 കുഞ്ഞുങ്ങളുണ്ടാകും. മകളുടെയോ മകന്റെയോ വിവാഹം കണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും പള്ളിയിലോ മണ്ഡലത്തിലോ വെച്ചോ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം കൊടുത്തു കഴിയുമ്പോൾ 1 വർഷം അത് വിവാഹമോചനമായി മാറുന്നു. കേരളത്തിലെ എല്ലാ കോടതികളോടനുബന്ധിച്ചും ഇന്ന് ഡൈവോഴ്സ് കോർട്ടുകൾ അഥവാ വിവാഹമോചന കോടതി വരുന്നു. ഇവിടെ മതങ്ങളുടെ കുറവാണോ, സംഘടനയുടെ കുറവാണോ, ബോധവൽക്കരണത്തിന്റെ കുറവാണോ? അതൊന്നുമല്ല. ഇവിടെ വിവാഹമോചന കോടതി വരുന്ന കാര്യം ഈ ഉലകത്തിന്റെ സിസ്റ്റം മാറിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് ഒരു മോക്ഷത്തിന് വേണ്ടിയാണ് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പെരുമ്പളം ദ്വീപിലായിരിക്കുന്നത്. അതുകൊണ്ട് പെറ്റു വളർത്തി നല്ല ഭാവി കാണാൻ കൊതിച്ചിരുന്ന കുഞ്ഞുങ്ങൾ ഒരു വിവാഹത്തിന് ശേഷം വരൻ വധുവിനോട് ഗുഡ് ബൈ പറയുന്നു, വധു വരനോട് ഗുഡ് ബൈ പറയുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ തർക്കം, സൗന്ദര്യത്തിന്റെ പേരിൽ തർക്കം, വിവാഹമോചന കോടതികളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് ലോകം വരുന്നു. അതിൽ നിന്ന് താങ്കൾക്ക് ഒരു വിടുതൽ വേണ്ട സുഹൃത്തെ. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. 4ാമത്തെ കാര്യമായി ഇന്ന് കേരളത്തെ കാർന്ന് നിന്നുകൊണ്ടിരുന്നവരൊക്കെ പാൻപരാഗും പാൻ മസാലകൾ. ചെറുപ്പക്കാരും പെൺകുട്ടികളുമെല്ലാം ഇന്ന് പാൻപരാഗും പാൻ മസാലയും ഒക്കെ ഉപയോഗിക്കുന്നു. അതിനകത്ത് സിന്തറ്റിക് ആസിഡ്. എന്താ പാൻപരാഗിന്റെയും പാൻ മസാലയും? അതിനകത്ത് തന്നെ തേളിന്റെ പടമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. തേൾ മനുഷ്യനെ കൊത്തുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തെ ഈ പാൻപരാഗും പാൻ മസാലയും നശിപ്പിച്ചു കളയുന്ന ബോധമുണ്ട്. എന്താ ഈ പാൻപരാഗിന്റെ പാൻ മസാലയുടെയും പ്രത്യേകത? ഇതിനകത്ത് സിന്തറ്റിക് ആസിഡ് ഉണ്ട്. ഈ സിന്തറ്റിക് ആസിഡ് നിങ്ങളുടെ മോണയ്ക്കകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊണ്ടയ്ക്കും അതുപോലെ ശരീരത്തിന് ക്യാൻസർ വരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം RCCയിൽ ക്യാൻസർ സെന്ററിൽ ചെന്നപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ ശരീരം എങ്ങനെ എന്താ സംഭവിക്കുന്നറിയാമോ? മുഖം മൊത്തം മറച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടി സമീപത്ത് നിന്ന് കഴിയുന്നു. അപ്പൊ ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തായി കെട്ടിവെച്ചിരിക്കുന്നത്? അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഭാഗം തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കരയും. അതിന്റെ പ്രത്യേകത തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് അത് പഴുത്തിരിക്കുക. അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഖാക്കളെ, ലോറി തൊഴിലാളികളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പാൻപരാഗം ശമ്പവും പാൻ മസാലയും ഒക്കെ അടിക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ത്രോട്ട് ക്യാൻസറും തൊണ്ടയിലെ ക്യാൻസറുമാണ്. അതിൽ നിന്ന് വിമുഖത നേടി നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന പാൻപരാഗം പാൻ മസാലയും അല്പനേരത്തെ ആശ്വാസം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളെ ശരീരത്തെ കാരണത്തിനെന്ന മാനസിക രോഗങ്ങൾ അതുപോലെ ക്യാൻസർ രോഗങ്ങൾ നിങ്ങളെ പിടിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ 5ാമത്തെ കാര്യം പുകവലിയാണ്. പുകവലിയുടെ പ്രത്യേകതയെ പറ്റി പറഞ്ഞാൽ പലരും പറയുന്ന ആശ്വാസത്തിന് വേണ്ടിയാണ് പുകവലിക്കുന്നത്. സിഗരറ്റും ചാർമിനാറും പിൽസുമെല്ലാം വലിക്കുമ്പോൾ കുറച്ചു പുക അകത്തോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ
ബാക്കി പുക പുറത്തോട്ട് പോകും. അകത്ത് പോകുന്ന പുകയുടെ മനുഷ്യ ശരീരത്തിന്റെ അവയവമായ ലങ്സിലേക്ക് ആ പുക ചെന്ന് കെട്ടും. ആ ലങ്സിൽ പുക കെട്ടുമ്പോൾ പുകയിലേക്കകത്തിരിക്കുന്ന നിക്കോട്ടിൻ ശ്വാസകോശത്തെ ബാധിക്കും. ആദ്യം ചെറിയ ചുമ തുടങ്ങും, പിന്നത്തതിൽ ലങ്സ് ക്യാൻസറായി മാറും. അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി ഇന്ന് നിങ്ങൾ ഈ പുകകൾ വലിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? മാരകമായ ക്യാൻസർ രോഗത്തെ നിങ്ങൾ വരവേൽക്കുന്നു. സുഹൃത്തുക്കളെ, തൊഴിലാളികളെ, നാട്ടുകാരെ, ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിച്ച് നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കാനാണ് ഞങ്ങൾ പെരുമ്പുഴ ദ്വീപിൽ ഇന്ന് പകൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ആറാമത്തെ കാര്യമായി ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്നത് മയക്കുമരുന്ന്. ഒരുപക്ഷെ പണ്ട് നിങ്ങൾ കേട്ടത് കഞ്ചാവും ആശിഷ് ഓയിലും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചരസെന്നൊക്കെയാണ്. ഇന്ന് കഞ്ചാവിന്റെ പേര് മാറി സ്മാർട്ട് കഞ്ചാവ് അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ്. വണ്ടി സ്പീഡിൽ പോകുന്ന കഞ്ചാവ് അടിച്ചാൽ മനുഷ്യന്റെ ബോധത്തെ മയക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടെ വരുന്നു. ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു വിപത്താണ് MDMA. ഒരു ഗ്രാമിന് ഭയങ്കര വിലയാണ്. ഈ MDMA പ്രത്യേകത നിങ്ങളോട് പറഞ്ഞു തരാം. ഒരു മിനിറ്റ് കൊണ്ട് മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നത് MDMA. ഒരു മനുഷ്യന്റെ തലച്ചോറിനെ സംബന്ധിച്ച് 3 ഘടകമുണ്ട്: സെറിബ്രമുണ്ട്, സെറിബെല്ലമുണ്ട്, മെഡില്ല ഒബ്ലാങ്കേറ്റയും ഉണ്ട്. അങ്ങനെയെങ്കിൽ ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ കണ്ടു, ഒരു പിതാവ് വെളിരാജ്യത്തായിരുന്നു, 3 മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ വക്കീല്, 2 ഡോക്ടർമാർ. 30 വയസ്സുള്ള നവജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാവേലിക്കര കോടതിയിലെ അഡ്വക്കറ്റ് സ്വന്തം അപ്പനെ വെട്ടിക്കൊന്ന കാഴ്ച കേരളം കണ്ട് ഞെട്ടിപ്പോയി. ആ കുടുംബത്തിന് പണമില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, കല്യാണം കഴിച്ച ചെറുപ്പക്കാരന്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ദിവസം സ്വന്തം അപ്പനെയും അമ്മയും വെട്ടി അപ്പൻ മരിച്ചുപോയി. അമ്മ സീരിയസ് ആയിട്ട് കിടക്കുന്നു. എന്തൊരു കാലം ഇവിടെ! നല്ല വിദ്യാഭ്യാസമുള്ളവർ, LLB-ക്കാർ, ഇവരെല്ലാം MDMA-ക്ക് കഞ്ചാവിന് മടിമയായി പോയി. ആലപ്പുഴയിലെ പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയായ വക്കീലും ഒരു മകനും അത് MDMA കടത്തിയതിനു വേണ്ടി അവർ പിടിയിലായ സംഭവം നിങ്ങൾ കാണുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കേരളം എങ്ങോട്ട് പോകുന്നു. ഇവിടെ കലാലയങ്ങളിലും ക്യാമ്പസുകളിലുമെല്ലാം ഇവിടെ MDMA മയക്കുമരുന്നും വരുന്നു. പെരിന്തൽമണ്ണ MES കോളേജിന്റെ ഗ്രൗണ്ടിൽ 3 ദിവസമായ ഒരു ശവശരീരം കിടന്നു. കേരള പോലീസിന്റെ ഇൻക്വസ്റ്റ് പ്രകാരം അവിടെ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാര ശരീരം. അവന്റെ ശരീരത്തിൽ സൂചി കുത്താൻ വേറൊരു സ്ഥലമില്ല. സകല സ്ഥലത്തും എന്താ സംഭവിച്ചെന്നറിയാമോ? അവന്റെ ശരീരത്തിൽ സകല സ്ഥലത്തും എവിടാന്നറിയാമോ? മയക്കുമരുന്ന് കുത്തിയ പാടുകളാണ് ഉള്ളത്. ആലുവ കളമശ്ശേരിയിൽ കണ്ടില്ലേ ഒരു ഡോക്ടർ, സർക്കാർ ഡോക്ടർ, അദ്ദേഹത്തിന്റെ ബിസിനസ് മയക്കുമരുന്ന് കച്ചവടം. കഴിഞ്ഞ ദിവസം ആലുവ രാജഗിരിയിൽ നിന്ന് കൊട്ടാരക്കരക്കാരൻ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കച്ചവടം മയക്കുമരുന്ന് കച്ചവടം. ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള കേരളത്തിനകത്ത് മനുഷ്യനെ നോക്കുന്ന ഡോക്ടർമാർ, കുറുന്തോട്ടിക്ക് വാദം എന്ന് പറയുന്നത് പോലെ മയക്കുമരുന്ന് അടിച്ച ഡോക്ടർമാർ രോഗികളെ നോക്കുന്ന കേരളമായി മാറി. MDMA സ്മാർട്ട് കൈകളുടെ കഞ്ചാവും ചരസും കേരളത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. കഴിഞ്ഞ ദിവസം മലയാള പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരു പെൺകുട്ടിയെ നിങ്ങൾക്കറിയാം, അവൾ മസ്കറ്റിലേക്ക് സ്ഥിരം യാത്ര ചെയ്തു. പോലീസിന് കസ്റ്റംസിന് ഒരു സംശയം. നോക്കിയപ്പോൾ മസ്കറ്റിൽ നിന്ന് 8 കോടി രൂപയുടെ മയക്കുമരുന്നുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പത്തനംതിട്ടക്കാരി സൂര്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത കാര്യം കണ്ട് കേരളം ഞെട്ടിപ്പോയി. സുഹൃത്തുക്കളെ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അങ്ങനെ ഒരു കാലത്തിലേക്ക് കേരളം വരുന്നു. ഇവിടെ നിങ്ങൾക്കറിയാം, കളമശ്ശേരി മയക്കുമരുന്ന് അടിച്ച പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ വണ്ടിയുടെ മുൻപിൽ എടുത്തെറിഞ്ഞ കാലം നിങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇവിടെ എറണാകുളത്ത് മയക്കുമരുന്നിന്റെ കപ്പായി മാറിയിരിക്കുന്നു. ഏജന്റുമാരും ബാക്കി അനവധി പേര് മയക്കുമരുന്ന് വിൽക്കുന്ന ഇതായിരിക്കുന്നു. നമ്മുടെ കലാലയങ്ങളെ ക്രമീകരിച്ച് ഇന്ന് വളർന്നു വരുന്ന തലമുറ ഭാവി ഇന്ത്യ, പ്രധാനമന്ത്രി മോഡി സാർ മേക്ക് ഇൻ ഇന്ത്യ, നല്ല ഇന്ത്യ, യുവജനങ്ങളുടെ ഇന്ത്യ വാഗ്ദാനം ചെയ്യുമ്പോൾ ഇന്ന് മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജിന്റെ സൈഡുകളിലെല്ലാം മെഡിക്കൽ സ്റ്റോറിന്റെ പേര് മയക്കുമരുന്ന് ഗുളികയിൽ കിട്ടുന്ന ഒരു കാലം വരുന്നു. അതിൽ നിന്നൊരു വിമോചനം വേണ്ടേ? ഈ മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തെ കാരണതിന് നമ്മുടെ കുടുംബത്തെ തകർത്തുകളെ. കൊച്ചിയിൽ മയക്കുമരുന്ന് അടിച്ച ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയുടെ മൊബൈൽ കരച്ചട്ടിയിലിട്ട് വളർത്തിട്ട് അമ്മയെ കുത്തിക്കൊന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടു. താമരശ്ശേരിയിൽ നല്ല ഒരു ഉമ്മ മകന് വേണ്ടി അത്താഴം വിളമ്പി വെച്ചപ്പോൾ രാത്രിയിൽ മയക്കുമരുന്നിന് കാശ് കൊടുക്കാതിരുന്നപ്പോൾ കയ്യിൽ നിന്ന് കത്തിയെടുത്ത് സ്വന്തം അമ്മയെ കുത്തിക്കൊന്ന താമരശ്ശേരി ലോകം ഞെട്ടിപ്പോയി. തൃശ്ശൂരിനകത്ത് മയക്കുമരുന്ന് കഴിച്ചിട്ടുമുള്ള അവൻ പയ്യർ അമ്മയോട് കശപിശം ഉണ്ടാക്കിയപ്പോൾ അവന്റെ തലയിൽ ബുദ്ധി കയറിയിട്ട് അമ്മയെ കുത്തിക്കൊല്ലുന്ന കാഴ്ച. എത്ര ഭീകരമായ കാഴ്ച! MDMA മയക്കുമരുന്ന് കൂടെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഇത് എക്സൈസ് വകുപ്പിന്റെ കുഴപ്പമല്ല, ഇവിടുത്തെ ഭരണാധികാരികളുടെ കുഴപ്പമല്ല,
ഈ സിസ്റ്റം മുഴുവൻ മാറിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാക്കളെ, സഹോദരങ്ങളെ, ഓട്ടോ തൊഴിലാളികളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി കഞ്ചാവ് നിങ്ങൾ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ മയക്കുമരുന്ന് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, MDMA കഴിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തകരുന്നു, നിങ്ങളുടെ സ്വസ്ഥത തകരുന്നു, നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുന്നവരെ കുത്തിക്കൊല്ലുന്നു. ഇതിനൊക്കെ ഒരു മറുപടി വേണ്ടേ? ബിസിനസ്സുകാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അഭിഭാഷകർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ഡോക്ടർമാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അതിൽ നിന്നൊരു വിടുതൽ നേടുന്നതിന് വേണ്ടിയ ഈ ചൊവ്വാഴ്ച മുതൽ ഞങ്ങൾ പെരുമ്പളത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മയക്കുമരുന്ന് നിങ്ങൾ ഉപയോഗിക്കരുത്, കടകളിൽ ഇത് വിൽക്കരുത്. ഇന്ന് 8ാം ക്ലാസ് മുതൽ സ്കൂളുകളുടെ പരിസരത്ത് ഈ മയക്കുമരുന്നിന്റെ ഗുളികകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് വിമുക്ത നേടുവാൻ വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടവർ. വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ലോകം വരുന്നു. കൊച്ചി മറൈൻ ഡ്രൈവിലും അതുപോലെ പാർക്കിലുമെല്ലാം അനവധി പെൺകുട്ടികൾ വരെ നിങ്ങൾ കണ്ടു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എക്സൈസ് പിടിച്ചൊരു പെൺകുട്ടിയെ അറിയാമോ? പോലീസ് ഇവിടെ തടഞ്ഞു നിർത്തിയ ഒരു മലയാളി പെൺകുട്ടി മയക്കുമരുന്ന് അടിച്ചിട്ട് കൊച്ചിയിൽ പ്രശ്നമുണ്ടാക്കി. അവൾ സ്ഥിരം പ്രശ്നക്കാരിയ. ഇതെല്ലാം നിങ്ങളുടെ പത്രവാർത്തകളിൽ കാണുന്നു. ആശഭാരതം, ദൈവത്തിന്റെ സ്വന്തം നാട്, മതങ്ങളുടെ ഭൂമി, സംസ്കൃതത്തിന്റെ ഭൂമി, സംസ്കാരത്തിന്റെ ഭൂമി. ഇങ്ങനെ കേരളത്തിന് എന്ത് പറ്റി? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങള് അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് കഞ്ചാവ് കണക്കിന് കേരളത്തിൽ കടത്തുന്ന പത്രവാർത്തകൾ. എക്സൈസ് വിചാരിച്ചാലും കാര്യം വിചാരിച്ചാലും വന്ന് നിങ്ങൾ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെല്ലാം തികച്ചുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കേൾക്കുന്ന പെരുമ്പളം നിവാസികള്, നിങ്ങൾ മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെ പോരാടാൻ കരുത്തുറ്റവരായിരിക്കണം. ഒന്ന്, കുടുംബത്തിനകത്ത് കൊലപാതകങ്ങൾ വരുന്നു. 2, കേരളത്തെ കാർന്നതിനെ ആത്മഹത്യന്റെ കേരളത്തിൽ വരുന്നു. 3ാമത്തെ കാര്യമായി വിവാഹമോചനം ഇവിടെ പെരുകുന്നു. മനുഷ്യന് ഏറ്റവും നിർണായകമായി സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പുകവലിയുടെ പുറകെ പോകുന്നു. 5ാമത്തെ കാര്യം പാൻപരാഗം ഷമ്പൂ പടപട അടിച്ചുകൊണ്ടിരിക്കുന്നു. 6ാമത്തെ കാര്യം എന്ന് പത്രം തുറന്നാലും MDMA മനുഷ്യനെ മയക്കുന്ന മാരക വിപത്തുകൾ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, പിതാക്കളെ, മാതാക്കളെ, സഹോദരങ്ങളെ, ഇതിനകത്ത് നിന്ന് ഒരു വിടുതൽ വേണ്ടേ? അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. 7ാമത്തെ കാര്യം മദ്യപാനം. ഇന്ന് കേരളത്തെ കാർന്നതിൽ നിന്നൊരു വിപത്തായി മദ്യപാനം മാറി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ മദ്യപാനം? പണ്ട് പഞ്ചാബികളായിരുന്നു ഏറ്റവും വലിയ കള്ളുകുടിയന്മാർ. ഇന്ന് കേരളത്തിന് 1ാം സ്ഥാനം കിട്ടി കള്ളുകുടിക്കകത്ത്. എല്ലാവരും പറയും ഞങ്ങളുടെ പൈസയില്ല. പക്ഷെ ഓണം വരട്ടെ, വിഷു വരട്ടെ, ക്രിസ്മസ് വരട്ടെ, ഈസ്റ്റർ വരട്ടെ, നല്ലൊരു ക്യൂ കാണാൻ പറ്റും ബിവറേജസിന്റെ മുമ്പിൽ. മനസ്സിലാക്കുന്നവർക്കായി പ്ലെയിനകത്ത് കയറാൻ തള്ളുണ്ട്, വണ്ടിക്കകത്ത് കയറാൻ തള്ളുണ്ട്, ട്രെയിനകത്ത് കയറാൻ തള്ളുണ്ട്. തള്ളില്ലാത്തൊരു സ്ഥലം ബിവറേജസിന്റെ മുമ്പിൽ. പണ്ഡിതന്, പാമരന്, ധനവാന്, ദരിദ്രനുമെല്ലാം ക്യൂ നിന്ന് മദ്യം മേടിക്കുന്നു. എന്താ മദ്യത്തിന്റെ പ്രത്യേകത? OPR, OCR, ജവാനുമൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മദ്യത്തിനകത്ത് ഈതയിൽ ആൽക്കഹോളും മീതയിൽ ആൽക്കഹോളും ഉണ്ട്. അതിന്റെ അളവ് കൂടി പോയാൽ കണ്ണിന്റെ കാഴ്ച പോകും. കൊടിയൂർ മദ്യത്തിലുണ്ടാവും, കല്ലുപാതക്കൽ മദ്യത്തിലുണ്ടാവും. ഇപ്പൊ മലയാളം കൂടെ കാണിച്ച് കുവൈറ്റിൽ ചെന്ന് മദ്യം മാറ്റി അവിടെ മനുഷ്യന്റെ കണ്ണ് പോയി. എങ്ങനെ എത്തിയിരിക്കുന്നു കേരളം? ഇന്ന് പല കാര്യങ്ങളും പറഞ്ഞാൽ പണ്ട് പിന്നെ ആണുങ്ങൾ മാത്രമേ മദ്യം കുടിക്കുന്ന കേരളം പറഞ്ഞ അയ്യോ ആ കാലം പോയി. പെണ്ണുങ്ങൾ നല്ലതുപോലെ മദ്യം കുടിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി ചില നാളുകൾക്ക് മുമ്പ് ശംഖുമുഖത്ത് ഞാനൊരു പരസ്യത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ടെക്നോ പാർട്ടിലെ പെൺപിള്ളാരും ശവനപ്പ് പോലെ കുപ്പിയിൽ കുടിക്കുന്നു. ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരോട് ചിത്രയെ ശവനപ്പ് കുടിക്കുക. അപ്പൊ പറയാം സാറെ തെറ്റാ, ശവനപ്പിനകത്ത് മദ്യവും കൂടെ കലത്തി കുടിക്കുകയാണ്. മനസ്സിലാകുന്നവർക്കായി തിരുവനന്തപുരം ശംഖുമുഖത്ത്, കൊച്ചിയിൽ രാത്രിയിൽ പോയി കഴിഞ്ഞാൽ മദ്യപിച്ച് നടക്കുന്ന ചെറുപ്പക്കാരികളെ കാണുന്നു. ഈ കേരളം എങ്ങോട്ട് പോകുന്നു? മലയാളിയെ സംബന്ധിച്ച് എല്ലാത്തിലും കൂടിയ വീട്ടിന് കല്ലിട്ടാൽ കൂടി, കട്ടള വച്ചാൽ കൂടി, മേശിരി വന്നാൽ കൂടി, കുഞ്ഞ് ജനിച്ചാൽ കൂടി, കല്യാണത്തിന് കൂടി, നിശ്ചയത്തിന് കൂടി, അത് മാത്രമല്ല വണ്ടി കിട്ടിയാൽ കൂടി എല്ലായിടത്തും ടച്ചിങ്സായി. അപ്പം ചത്താലും ടെൻഷൻ മാറ്റാൻ കുടിക്കുന്ന മലയാളിയായി കേരളം മാറിക്കഴിഞ്ഞു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ഈ മദ്യപിക്കുമ്പോൾ മദ്യപത്തിനകത്ത് ഈതയിൽ ആൽക്കഹോളും നിങ്ങളുടെ ശരീരത്തിനകത്ത് കരളിനെ അത് ബാധിക്കുന്നത്. കരളിന് ആദ്യം ചെറിയ പുറത്ത് കുടിത്തല വീട്, ചെറിയ നമ്മുടെ തോട്ടിനകത്ത് സൂക്ഷിക്കണം വീഴുന്നത്. ആ സൂക്ഷിക്കണം വീണ് കഴിഞ്ഞാൽ ആദ്യം ചുമ തുടങ്ങുക. നിങ്ങൾ എറണാകുളത്ത് ആശുപത്രിയിൽ, ആലപ്പുഴ, മണ്ടാരത്തിയിലുമ്പോൾ അവർ പറയും അൾട്രാസൗണ്ട് എടുക്കാം. പിന്നെ അവർക്ക് സംശയം നോക്കുമ്പോൾ നിങ്ങളുടെ ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ. ഇന്ന് കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് ഈ മദ്യപാനത്തിന്റെ വിപത്ത് കൊണ്ട്. അടിക്കുന്ന ഈതയിൽ ആൽക്കഹോളും കുഞ്ഞെ ഒരു ലിവർ ക്യാൻസർ വന്നാൽ 35 ലക്ഷം രൂപ വരെ ചെലവാണ്. രോഗിക്ക് ചെലവുണ്ട്, വീട്ടുകാർക്ക് ചെലവുണ്ട്, നാട്ടുകാർക്ക് ചെലവുണ്ട്, സകലർക്കും ഇത് ചെലവുണ്ട്. എന്താ ഒരു ക്യാൻസറിന്റെ പ്രത്യേകത? നിങ്ങളുടെ ധനം നഷ്ടപ്പെടും, നിങ്ങളുടെ പണം നഷ്ടപ്പെടും, നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. തീർന്നില്ല. 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഓട്ടോ തൊഴിലാളി സഹോദര, 1000 രൂപയ്ക്ക് കൂലിപ്പണി ചെയ്യുന്ന സുഹൃത്തെ, താങ്കൾ
1000 രൂപയ്ക്ക് കൂലിപ്പണി ചെയ്ത് 600 രൂപയുടെ മദ്യം മേടിച്ച് കുടിച്ച് കൂത്താടി വീട്ടിൽ ചെല്ലുമ്പോൾ തങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കൾ പറയും, അയ്യോ അയ്യോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനാണല്ലോ ജനിച്ചു പോയത്. താങ്കളുടെ ഭാര്യ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അത്താഴത്തെ വലിച്ചറിയോ. 2 കുഞ്ഞുങ്ങൾ പഠിക്കാൻ പുസ്തകം തുറക്കുമ്പോഴായിരിക്കും അപ്പൻ കുടിച്ചിട്ട് വരുന്നത്. ആ കുഞ്ഞുങ്ങൾ മരത്തിന്റെ ചുവട്ടിൽ എവിടെങ്കിലും പോയി വിളക്ക് വെട്ടത്തിൽ പഠിച്ചുകൊണ്ട് താങ്കളുടെ അപ്പനെ ശപിക്കുന്ന ഒരു കാലം വരാറായി. സുഹൃത്തുക്കളെ, സഖാക്കളെ, തൊഴിലാളികളെ, പെരുമ്പളത്തെ ഞങ്ങളെ കേൾക്കുന്നവരെ, ഞങ്ങളൊരു മതത്തിന്റെ വക്താക്കളല്ല. നിങ്ങൾ ഇതിൽ നിന്ന് മാറി നല്ലൊരു ഇന്ത്യയായി പ്രധാനമന്ത്രി മോഡി വിവാദം ചെയ്യുന്നവര് ആശഭാരത സുന്ദര ഇന്ത്യ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറയുന്നത് പോലെ, സമാധാനത്തോടെ ജീവിക്കാൻ രാഷ്ട്ര നേതാക്കൾ പറയുന്നത് പോലെ മദ്യപാനത്തിന്റെ പിടിയിൽ നിന്ന് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്തു. മദ്യ മനുഷ്യനെ ഭയക്കുന്ന മരുന്നാണ്. ശ്രീനാരായണ ഗുരു ഏവർക്കും അറിയാം. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനൊരാ ശ്രീനാരായണ ഗുരു പറഞ്ഞു, മദ്യം ഉണ്ടാക്കരുത്, മദ്യം കുടിക്കരുത്, മദ്യം വിൽക്കരുത്. മനസ്സിലാക്കുന്നവർക്കായി ആ സമുദായം ഇന്ന് മദ്യത്തിന്റെ കണിയിലായിപ്പോയി കഴിഞ്ഞു. ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജി പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ഇന്ത്യയുടെ നേതാവായി കഴിഞ്ഞാൽ ഈ മദ്യശാല നിരോധിക്കുമെന്ന്. സോക്രട്ടീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, മദ്യം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കുടുംബജീവിതത്തെ തകർക്കുന്ന നാശകരമായ മാരിയ മദ്യം എന്ന് പറയുന്നു. പെരുന്നാളിലും തിരുനാളിലും വിഷുവിനും കുടിക്കുന്നത്. വളരെ എന്റെ മിസ്റ്റർ കെ എൻ ബാലഗോപാൽ എന്റെ സീനിയറായിട്ട് ഞങ്ങൾ ഒരു കോളേജിൽ പഠിച്ചതാണ്. അദ്ദേഹം ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഓരോ ഉത്സവങ്ങൾ പറയുന്നത് സന്തോഷമില്ലല്ലോ. മലയാളിയുടെ ഓണത്തിന്റെ കൂടി ഭയങ്കര, ക്രിസ്മസിന്റെ കൂടി ഭയങ്കര, വിഷുവിന്റെ കൂടി ഭയങ്കര, ഈസ്റ്ററിന്റെ കൂടി ഭയങ്കര. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അല്പസമയം പേടിച്ച് കുടിക്കുന്ന ഈ മദ്യങ്ങൾ കുടിക്കുമ്പോൾ അതിനകത്ത് ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വേദങ്ങൾ വേദങ്ങൾ വേദങ്ങൾ. വിശുദ്ധ ബൈബിൾ പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. വെളിപ്പെടുത്തുകാരോട് ഞങ്ങൾക്ക് പറയുവാനുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകങ്ങളുണ്ട്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. ദേഹത്തിന് ദേഹിക്ക് മരണം, ആത്മാവിന് മരണമില്ല. അതെന്താണ്? ആത്മാവിന് വാശമുണ്ടോ? ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു മേഖലയാണ് മഹാഭാരതം. ആശ്വഭാരതത്തിന്റെ ഉപദേശത്തിൽ രേഖപ്പെടുത്തിയ മഹാഭാരതത്തിനകത്ത് മഹാവിഷ്ണു ഇങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാം? ഈ പ്രപഞ്ചം ആലില പോലെ വിറയ്ക്കും, നിന്റെ ആത്മാവ് നിത്യസ്ഥലത്തെത്തിയില്ലെങ്കിൽ യാതന അനുഭവിക്കും. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ കർക്കട ബാഹുബലി മനസ്സിലാക്കുന്നവർക്കായി വർക്കല പാപനാശത്തും ആലുവയിലെ പിതാക്കളുടെ സമാധാനത്തിന് വേണ്ടി മൃദുതർപ്പണം നടത്തുന്ന അവർക്കും അറിയാം, ശരീരത്തിന് മാത്രമേ മരണമുള്ള, ആത്മാവിന് മരണമില്ല. ഇസ്ലാം സഹോദരങ്ങളുടെ ഖുർആൻ അതിനകത്ത് മസ്നാദിനകത്ത് ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഒരുവന്റെ ആത്മാവ് പാതാളത്തിൽ ചെന്നാൽ ഒരു ഭാഗമുണ്ട്, പാതാളത്തിനകത്ത് കൊത്തി വലിക്കുന്ന പാമ്പുകളുണ്ടെന്ന് ഖുർആൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിനകത്ത് ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി തിരിച്ച നമ്മുടെ പ്രിയങ്കരനായ സഖാവ് വിയാസ്, 101 വയസ്സ് വരെ നല്ല കമ്മ്യൂണിസ്റ്റായി ജീവിച്ച സഖാവ് വിയാസ് വാർക്കോട് നടന്നപ്പോൾ കേരള നിയമസഭയിൽ ഒരു കാര്യം പറയും, സാർ, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ആലപ്പുഴക്കാർക്കായി ഞങ്ങൾ പറയുന്നു, ഞങ്ങളല്ല സുവിശേഷം പ്രസംഗിച്ചത്. ഇന്ത്യയുടെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമന്നതനായ നേതാവ് കേരള നിയമസഭയ്ക്കകത്ത് പറയും, സാർ, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ വരുമ്പോഴക്കാരോട് ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യതയുടെ കൊട്ടാരമായാലും മരണം വരും, കോട്ടയ്ക്കകത്തിൽ മരണം വരും. പലരും പെരുമ്പളത്ത് പറഞ്ഞാൽ ഉടനെ ഒന്നും പോകത്തില്ലെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 45-കാരൻ വാക്സിൻ എടുത്തിട്ട് പെരുമ്പളത്ത് വിറപ്പിച്ച പൊന്നപ്പൻ ചേട്ടൻ കോവിഡ് വാക്സിൻ അടിച്ചവൻ ദാ കിടക്കുന്നു. മനസ്സിലാകുന്നവർക്കായി ബുള്ളറ്റിനകത്ത് പടപെടാം നല്ല സൈലൻസർ വെച്ച് പെരുമ്പളം പട്ടണത്തിൽ ഹെൽമറ്റ് വെക്കാതെ നടന്ന പൊന്നപ്പൻ ചേട്ടൻ 45-ാമത്തെ വയസ്സിൽ കുഴഞ്ഞു വീണു. എവിടാ? ഇന്ന് മനുഷ്യന്റെ ആയുസിനെ ആർക്കും പറയാൻ പറ്റത്തില്ല. 90-കാരൻ അപ്പച്ചൻ വീട്ടിൽ കിടക്കുമ്പോൾ 45-കാരൻ 40-കാരന് കുഴഞ്ഞു വീഴുന്നു. ബൈബിളിനകത്ത് ഒരു ഭാഗമുണ്ട്, എൻ പ്രയാണ കാലം 4 ദിനം നീളം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം വരും, ബാല്യത്തിൽ മരണം വരും, കൗമാരത്തിൽ മരണം വരും, യൗവനത്തിൽ മരണം വരും. അങ്ങനെയെങ്കിൽ ആത്മാവിന് ഉയരത്തിൽ നിന്ന് ആത്മാവിന് അപ്പച്ചന്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യതയോ യേശു ക്രിസ്തു. ഇന്ന് പകൽ ഞങ്ങൾ ഈ കവലയിൽ പ്രസംഗിക്കുക. നിങ്ങൾ ചോദിക്കുന്ന എന്തിനാ പ്രസംഗിക്കുന്നത്? ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല വിവരമുണ്ട്, കീശയിൽ കാശുണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്. ഞങ്ങൾ എന്തുകൊണ്ട് മദ്യപിക്കുന്നില്ല? ബാറിന്റെ മുമ്പിൽ കൂടെ ഞങ്ങൾ പോകും, മദ്യമകത്ത് കിടക്കത്തില്ല. ഒരുപക്ഷെ MDMA വിൽക്കുന്നവരുടെ അകത്തുകൂടെ ഞങ്ങൾ പോകും, ഞങ്ങളുടെ ശരീരത്തിനകത്ത് കിടക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഒരു സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹത്തിന്റെ പേര് കാൽവറിയുടെ സ്നേഹം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർമ്മകാണ്ഡ
ജാതികള് സൂത്രങ്ങള് മന്ത്രങ്ങള് മന്ത്രോച്ചാരണങ്ങൾ ഇവിടെ നടക്കുമ്പോൾ മനുഷ്യനെ കൊന്നുപിടിക്കുന്ന കാലത്ത് ഇസങ്ങളും മതങ്ങളും ഇവിടെ വരുമ്പോൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഭൂമിയിലേക്ക് വന്നു. അവന്റെ പേരത്രേ സർവ്വ ലോകരക്ഷകനായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല, യേശു ഒരു സംഘടന സ്ഥാപിക്കാൻ വന്നതല്ല, യേശു ഒരു മതത്തിന്റെ ദൈവമല്ല. യേശു വന്നത് മനുഷ്യകുലത്തിന് സമാധാനം തരുവാൻ. യേശു ക്രിസ്തു പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഞങ്ങളുടെ പ്രത്യാശയ്ക്കായി ഞങ്ങൾ ദൈവത്തെ വായിച്ചതോ. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശു വന്നത് വീട് തരാനും കാർ തരാനും കമ്പ്യൂട്ടർ തരാനും അല്ല. പാപം ചെയ്ത മനുഷ്യന് ദൈവത്തെ നഷ്ടപ്പെടുത്തി ഏത് സമയവും മനുഷ്യനെ മരണം പിടിക്കുമ്പോൾ അവന്റെ ആത്മാവ് പാതാളത്തിൽ യാതന അനുഭവിക്കാതെ ഉയരത്തിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ പ്രഭാതത്തിൽ പെരുമ്പളത്തോട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തിൽ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. അരൂരിൽ CPM സമ്മേളനം നടക്കുമ്പോൾ ഇവിടുത്തെ CPM ജില്ലാ സെക്രട്ടറി വിളിക്കും, രക്തസാക്ഷി ചിന്താബാദ്, രക്തസാക്ഷി മരിച്ചിട്ടില്ല. പട്ടണക്കാട് BJP ശിബിരം നടക്കുമ്പോൾ സുഹൃത്തുക്കൾ പറയും, ബലിദാനികൾ ചിന്താബാദ്, ബലിദാനികൾ ചിന്താബാദ്. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. അങ്ങനെ മാനവകുലത്തിന് വേണ്ടി രക്തം ചിന്തിയ ഏക സത്യദൈവം യേശു ക്രിസ്തു 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ പ്രകടനത്തിന് 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ബൈബിൾ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് ഭഗവാന്റെ കരുണയാണ്. മനസ്സിലാക്കുന്നവർക്കായി ഋഗ്വേദം, യജുർവേദം, സാമമതവും ഈ വേദങ്ങളെല്ലാം പറയുന്നു, മനുഷ്യ നീ രാത്രിയുടെ യാമത്തിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന ഭഗവാന്റെ കടാക്ഷമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കള്, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയ നല്ലൊരു രക്ഷകനെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി പെരുമ്പളത്തോടുകൂടി ഞങ്ങളൊരു മതത്തിന്റെ വക്താക്കളല്ല, ഞങ്ങളെ രക്ഷിച്ചത് കാൽവറിയിലെ സ്നേഹമാണ്. ആ സ്നേഹത്തെ ഇന്ന് ഞങ്ങൾ ഇവിടെ വരച്ചു കാട്ടുന്നു. In this morning we are seeing at the Perumbara, that is the method of Jesus Christ is giving to the world. That is a kindness as mercy of all the people. ദൈവത്തിന്റെ സ്നേഹത്തെ ഇവിടെ വരച്ചു കാട്ടുന്നു. ഇന്ന് പ്രഭാതത്തിൽ മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് ഞങ്ങൾ പഠിപ്പിച്ചത് ഈ ദൈവസ്നേഹമായി. സ്നേഹം തിരിച്ചറിഞ്ഞാൽ ഒരു വ്യക്തി ഒരു പകരം ചെയ്യുന്നതല്ല ദൈവസ്നേഹം. അതുകൊണ്ട് മതത്തിനെ യേശു പ്രതികരിക്കുന്ന മനുഷ്യൻ നന്നാകണം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകരം ഞങ്ങൾ പെരുമ്പളത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മാർഗം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, പുണ്യ സ്ഥലങ്ങളിലോട്ട് ഓടണ്ട, വാരി സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട. എന്താ ഇന്നത്തെ കേരളത്തെ ഓർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു. ഒരു കാലത്ത് ഭഗവാനെ വണങ്ങിയവർ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സ്വർണം വരെ അടിച്ചു മാറ്റുന്ന കാലമായി പോയി. എന്തോ വളരെ മോശമായി പോയി നമ്മുടെ കേരളം. എത്ര നല്ല കേരളമായിരുന്നു. ആന്ധ്രക്കാരനും തമിഴ്നാട്ടുകാരനും ഭണ്ഡാരത്തിൽ കൊണ്ടിട്ട് സ്വർണവും കവർച്ച ചെയ്യുന്ന മലയാളിയായിട്ട് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തെ, സഹോദര, കർമ്മകാണ്ഡങ്ങൾ വേണ്ട, സൂക്ഷ്മങ്ങൾ വേണ്ട. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന 33 തിരുവയസ്സിൽ 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി. അവന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഹൃദയം കൊണ്ട് വായു കൊണ്ട് വിശ്വസിച്ചാൽ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റു പറഞ്ഞാൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവരെ ചേർക്കാൻ യേശു മടങ്ങി വരാറാണ്. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവമാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ A.R. റഹ്മാൻ, അദ്ദേഹത്തിനോട് ചാനലുകാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. മിസ്റ്റർ A.R. റഹ്മാൻ പറഞ്ഞൊരു കാര്യം, ഇനി എനിക്ക് ഒരു ആഗ്രഹമുള്ളൂ, ജീസസ് മടങ്ങി വരും, അത് കാണാൻ. ABC ന്യൂസ് ചാനൽ സുനിൽ വടയാർ അവരെല്ലാം പറയുന്ന ജീസസ് മടങ്ങി വരുമെന്ന് സകല ഹൈന്ദവ സഹോദരങ്ങളുടെ ചാനലുകൾ പോലും വിളിച്ചു പറയുന്നു. അവർക്കും ലോക കാര്യങ്ങൾ മനസ്സിലായി ജീസസ് ഒലിവുമലയിൽ വരും. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കവലയിൽ പറയുന്നത്, ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയിൽ കിടക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എടുക്കുന്ന മഹാത്മജി, അതിനുശേഷം നെഹ്റുജി, ഇന്ദിരാജി, രാജീവ് ഗാന്ധി എല്ലാം രാജ്ഘാട്ടിൽ കിടപ്പോട്ട് പണവും ഫോട്ടോയും ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കാറൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനിൽ കിടപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ലെനിനും സ്റ്റാലിനും കിടപ്പുണ്ട് ക്രെംലിൻ കൊട്ടാരത്തിൽ. എന്നാൽ ഇന്ന് പകൽ പെരുമ്പളം ജെട്ടിക്കകത്ത് ചങ്കൂറ്റത്തോടെ ഉത്സാഹത്തോടെ ഞങ്ങൾക്ക് പറയാം, പടിഞ്ഞാറ് ഫലസ്തീന ചരിവിൽ അടിമറ്റക്കാരനായ യോസഫിന്റെ കല്ലോടെ തുറന്നു കിടക്കുന്നു. അവിടെ 26 ഭാഷകൾ എഴുതിവെച്ചിരിക്കുന്നത് അവൻ ഇവിടെയില്ല. അവൻ മരിച്ചവരിൽ ആദ്യ ഫലക്കായി ഉയർത്തേണ്ടങ്ങൾ തനിക്കായി കാത്തിരിക്കുന്നവരുടെ
രക്ഷയ്ക്കാൻ രണ്ടാമത് യേശു ക്രിസ്തു മടങ്ങി വരാറാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞങ്ങൾ ഒരു രാജാവിനെ കാത്തിരിക്കുന്നു. ഇവിടുത്തെ ഭരണകൂടങ്ങൾ തകരാറായി, ഇവിടുത്തെ ബാങ്കിങ് സംവിധാനം പൊട്ടിപ്പുറപ്പെടുന്നു, വർഗീയ കലാപങ്ങൾ ഇവിടെ പെരുകുന്നു, സുനാമി ആഞ്ഞടിക്കുന്നു, കാറ്റുകൾ റീത്തയും കത്രീനയും വിൽമേ ഹാർവി ഓർമ്മ മാത്യു ഫ്ലോറൻസ് ലോറൻസ് മഴ ബുൾബുൾ വേഗനോ സാഗർ ബുരേബി ഡൗട്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുവന്റെ കയ്യിലേക്ക് ഭരണം വരാൻ പോകുന്നു. അതാ ഇന്നത്തെ കമ്പ്യൂട്ടർ ഫിംഗർ പ്രിന്റ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, സോഫ്റ്റ്വെയർ കട്ടായപ്പോൾ ആയിരക്കണക്കിന് വിമാനങ്ങൾ ഇവിടെ താഴെ ഇറങ്ങി. അങ്ങനെയെങ്കിൽ കൈവച്ച് ആധാരങ്ങൾക്ക് വരുന്നെങ്കിൽ ലോകം വിരൽത്തുമ്പിലേക്ക് വരാൻ പോകുന്ന ഒരുവന്റെ കയ്യിൽ 666 നമ്പരുമായി ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. അതുകൊണ്ട് മാണിസാര കേരള നിയമസഭയിൽ പറഞ്ഞു ആന്റിക്രിസ്തു വരാറായി. എന്നാൽ ആ ആന്റിക്രിസ്തു ഉലകത്തെ പിടിക്കാൻ വരുന്നതിന് മുമ്പ് രാജാക്കന്മാരുടെ രാജാവായ യേശു മടങ്ങി വരാറായി. എന്ന പ്രഭാതത്തിൽ പെരുമ്പളത്തിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ഇവിടെ കന്നിക്കാർ തൊഴിലാളികളുടെ സഹോദരങ്ങൾ आज सुबह हम लोग का बात सुनने वाला भाइयों बहनों, आप लोग किधर जाने का ना पैसा ना खर्चा करने का नहीं। आज सुबह अपना संदेश सुनने के आपका दिल में हाथ सोच के यीशु मसीह 2000 साल पहले भूमि में मार गया। उन्होंने क्या किया, दो छोर का बीच में कालवरी का पगार में मर गया। एक पगड़ वाला आया, मेरा यीशु को पेट में मार दिया, उधर से चेहरे से खून निकल गया, उसका खून से मेरे को सफाई करो। किसी भाई बहन आज सुबह हाथ उठाएगा, आपका नाम जीव का किताब में डालेगा। जो जीव का किताब में नाम डालने को ले पकड़ने के लिए फिर भी मेरा यीशु आएगा. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. ഞങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അടുത്ത കവലയിലേക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങൾ പോകുന്നു. ഒരു മതത്തിന്റെ പ്രശ്നമല്ല സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ശാശ്വത സമാധാനം തരുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം തരുക ലോകൈക രക്ഷിതാവായ യേശുവിനെ വരച്ചു കാട്ടുന്നു. ഒരു മതത്തിന്റെ പ്രശ്നമല്ല, താങ്കളുടെ പ്രശ്നം. ഇന്ന് പകൽ ആത്മഹത്യയിൽ നിന്ന് വിടുതൽ നേടുക, കൊലപാതകത്തിൽ നിന്ന് വിടുതൽ നേടുക, വിവാഹ മോചനങ്ങളിൽ നിന്ന് വിടുതൽ നേടുക, മദ്യത്തിൽ നിന്ന് വിടുതൽ നേടുക, മയക്കുമരുന്നിന്റെ MDMA നിന്ന് വിടുതൽ നേടുക, കഞ്ചാവിൽ നിന്ന് വിടുതൽ നേടുക, മാരകലഹരിയിൽ നിന്ന് വിടുതൽ നേടുക. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരു വാക്സിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ ഒരു വാക്സിൻ വന്നു. അതിന്റെ പേര് പോളിയോ വാക്സിൻ. എന്താ പോളിയോയുടെ പ്രത്യേകം? 5 വയസ്സിൽ താഴെയുള്ള നമ്മുടെ ഒരു കുഞ്ഞ് വീട്ടിനകത്ത് കാലുമടത്തി കിടക്കുവാൻ ഇന്ത്യ പ്രധാനമന്ത്രി മോഡി സാർ സമ്മതിക്കുന്നില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല. പെരുമ്പളത്ത് മൈക്കിനകത്ത് അനൗൺസ്മെന്റ്, പോളിയോ വാക്സിൻ കുഞ്ഞിനെ കൊണ്ടുവരും 2 തുള്ളിയാണ്. ആ പോളിയോ വാക്സിന്റെ പ്രത്യേകത, നമ്മുടെ വീട്ടിനകത്ത് കാലുമടത്തി ഒരു കുഞ്ഞ് കിടക്കാൻ ഇവിടെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. ഇന്ന് കേരളത്തിന് വന്ന ഒരു പോളിയോ ഉണ്ട്. അതിന്റെ പേര് പാപം. പാപത്തിന്റെ വിപത്ത മദ്യപാനം, പാപത്തിന്റെ വിപത്ത മയക്കുമരുന്ന്, പാപത്തിന്റെ വിലപ്പ മയക്കുമരുന്ന്, കഞ്ചാവ്, ആത്മഹത്യ, കൊലപാതകം. ഇതിന് പകരം ഒരു വാക്സിനെ ആരെങ്കിലും പരിചയപ്പെടുത്താമോ? പെരുമ്പളത്ത് ഒരു പയ്യനുണ്ട്, ജോമോൻ. അവന് ഒരു വിഷയം വന്നു, പാപം. അവൻ ആ ഭണ്ഡാരം മെഡിക്കൽ കോളേജിൽ ഡോക്ടറോട് പറഞ്ഞു, സാർ പാപത്തിന് തുള്ളി മരുന്ന് തരാം. ഡോക്ടർ പറഞ്ഞ് കണക്ക് പോകുന്നു. സ്വതന്ത്രം. അപ്പോൾ ആരാണ്ട് പറഞ്ഞ്, എറണാകുളത്ത് ലിസി ചെന്നാൽ മതി, നിനക്ക് ആന്റിബയോട്ടിക് എന്ന പാപത്തെ മാറ്റാം. അപ്പൊ എറണാകുളത്ത് ലിസി ചെന്ന് ഡോക്ടറോട്, സാറേ എനിക്ക് ട്രിപ്പിട്ട് പാപത്തെ മാറ്റണം, ഫിസിഷ്യൻ പറഞ്ഞ് പുറത്തു പോകാം. അപ്പൊ ആരാണ്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, മെഡിക്കൽ ടെസ്റ്റ് ചെല്ല്, കീബോർഡ് വഴി നിന്റെ പാപത്തെ വലിച്ചെടുക്കാതെ. അവൻ മെഡിക്കൽ ടെസ്റ്റ് ചെന്ന് കീബോർഡ് സർജൻകാരോട് പറഞ്ഞു, സാർ എന്റെ പാപത്തെ വലിച്ചെടുക്കണം. അവർ പറഞ്ഞ് രക്ഷയില്ല. അവസാനം ആരാണ്ട് പറഞ്ഞ് ലെക്ചോറിൽ ചെന്നാൽ മതി, ഗാമ റേഡിയേഷൻ വഴി നിന്റെ പാപത്തെ കഴിച്ചു കളയാം. ലെക്ചോറിൽ ചെന്ന് റേഡിയേഷൻ ഡോക്ടറെ കണ്ട പറഞ്ഞ് കണക്ക് പുറത്ത്. ഇന്ന് പ്രഭാതത്തിൽ പെരുമ്പളത്ത് ഞങ്ങൾ കേൾക്കുന്ന സുഹൃത്തുക്കളെ, പാപത്തിന് പരിഹാരമായി പാരാസെറ്റമോളില്ല, പാപത്തിന് പരിഹാരമായി അമോക്സിലിൻ ഇല്ല, പാപത്തിന് പരിഹാരമായി സർജറി ഇല്ല, പാപത്തിന് പരിഹാരമായി റേഡിയേഷൻ ഇല്ല. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ പെരുമ്പളം ചെട്ടിക്കകത്ത് ഞങ്ങൾ ഒരു വാക്സിനെ പരിചയപ്പെടുത്തുന്നു. കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല, ജോൺസൺ അല്ല. ആ വാക്സിന്റെ പേരത്രേ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. നിന്റെ സകല പാപമല്ല, നിന്റെ സകല പാപവും ശുദ്ധീകരിക്കുന്നു. വീട്ടിനകത്തോ റോഡിനകത്തിരിക്കുന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, തൊഴിലാളികളെ, പ്രിയപ്പെട്ടവരെ, താങ്കൾ ഇങ്ങോട്ട് കടന്നു വരണം. താങ്കൾ ഈ സംസാരം കേട്ടിട്ട് ഒരു പക്ഷേ എവിടെങ്കിലും ഓൺലൈനിൽ കേട്ടാൽ നെഞ്ചത്ത് കൈവച്ച് ഒരിക്കൽ കൂടി താഴ്മയോടെ യേശുപ്പച്ച 2000 കൊല്ലങ്ങൾക്ക്
രക്തം നീ കാൽവരിയിൽ പരമയാഗമായി നിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞെങ്കിൽ ആ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ താങ്കൾ ഒരു പുതിയ സൃഷ്ടിയാക്കി താങ്കളുടെ കുടുംബത്തിന് സമാധാനം തന്ന് പെരുമ്പളത്ത് നല്ലൊരു പൈതനായി, നല്ലൊരു ചെറുപ്പക്കാരനായി, നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന പിതാവായി താങ്കളെ മാറ്റുവാൻ ഞങ്ങൾ ഉയർത്തുന്ന ഈ സത്യസുവിശേഷത്തിന്റെ കഴിവ്. അതുകൊണ്ട് ഇന്ന് പകൽ അടുത്ത ജംഗ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പെരുമ്പളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി പെരുമ്പളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. പെരുമ്പളമേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളാം. കണ്ണുകൾ മൂടാം. ഞങ്ങൾ ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ പെരുമ്പളത്ത് ഞങ്ങളെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. സമാധാനത്തിന്റെ പട്ടണമായി ഇത് മാറട്ടെ. ഒരമ്മ മക്കളെ ജീവിക്കാനുള്ള കൃപ പോലെ ഇവിടുത്തെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഒരു ജാതീയ ചിന്തകളും ഒരു വർഗീയ ചിന്തകളും വരാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കാനുള്ള ദൈവ കൃപ പെരുമ്പളത്തിന് തരണമേ. ഇവിടുത്തെ കൂലി തൊഴിലാളികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടുത്തെ സഖാക്കന്മാർ, ഓട്ടോ തൊഴിലാളികൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടുത്തെ കച്ചവടക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടുത്തെ നാനാജാതി മതസ്ഥർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ യാത്രയുടെ ജനതാറുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. താമസമായ പെരുമ്പളം നല്ലൊരു പട്ടണമാകട്ടെ. നല്ല ബിസിനസ് ഇവിടെ വരട്ടെ. നല്ല കെട്ടിടങ്ങൾ ഇവിടെ വരട്ടെ. നല്ല ഡോക്ടർമാർ ഇവിടെ വരട്ടെ. നല്ല എഞ്ചിനീയർമാർ ഇവിടെ വരട്ടെ. നല്ല സമാധാനത്തിന്റെ പട്ടണമായി ആയിരക്കണക്കിന് യുവാക്കളെ വാർത്തെടുക്കുന്ന ഒരു പട്ടണമായി പെരുമ്പളം മാറട്ടെ. അതുകൊണ്ട് ഞങ്ങൾ പെരുമ്പളത്തെ സകല മക്കളെ, പിതാക്കൾ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞു കുട്ടികൾ, പഠിക്കുന്ന മക്കളെല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. More blessing coming. 2026 after 29 days we are back to 2026. 2026 ജനുവരി മുതൽ നല്ലൊരു മാറ്റത്തിന്റെ സമാധാനത്തിന്റെ പട്ടണമായി പെരുമ്പളത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഈ കടക്കാരെയും കുടുംബക്കാരെയും അനുഗ്രഹിച്ചാട്ട് ആകാശം സൃഷ്ടിച്ച യഹോവയാണ് ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവം കാക്കണമേ. ഒരു രോഗങ്ങളോ ദുഃഖങ്ങളോ കത്തിക്കുത്തുകളോ ആത്മഹത്യയോ ഇവിടെ വരാതെ സമാധാനത്തിന്റെ ദൈവമായി ഞങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ മക്കളെയും ദൈവം കാക്കണം. അടുത്ത പോയിന്റിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ പ്രാർത്ഥനയും മാനിച്ച് ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. വരുവിനായി ഒരിക്കൽ മഹത്വമാകെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചില മിനിറ്റുകൾ ശ്രദ്ധിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് അടുത്ത പോയിന്റിലേക്ക് യാത്ര ചെയ്യുന്നു. ഗോഡ് ബ്ലസ് എവരിവൺ. കമ്മിങ് സൺഡേസ് 2026 ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. പുതുവർഷം സമാധാനവും ശാന്തിയും കത്തിക്കുത്തും ഒന്നുമില്ലാതെ ഒരമ്മ മക്കളെ പോലെ, ഒരു കുടുംബത്തിലെ മക്കളെ പോലെ ജീവിക്കാൻ ഉയരത്തിലെ കൃപ പെരുമ്പളം ജെട്ടിയിൽ എല്ലാവർക്കും തരട്ടെ എന്ന് ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു ഫോർ നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. താങ്ക് യു പാസ്റ്റർ സജു ചാത്തന്നൂർ. ഇത്രയും സമയം ഞങ്ങളെ ശ്രമിച്ച നല്ലവരായ ദേശനിവാസികളെ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ, യേശു ക്രിസ്തു രോഗികളെ, യേശു ക്രിസ്തു പാപികളെ, യേശു ക്രിസ്തു പാപികളെ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശു ക്രിസ്തു നിത്യ ജീവനെ, യേശു ക്രിസ്തു നിത്യ ജീവനെ, യേശു ക്രിസ്തു രാജാതി രാജാവും കർത്താവി കർത്താവുമായി, യേശു ക്രിസ്തു രാജാതി രാജാവും കർത്താവി കർത്താവുമായി ദൈവത്തെ ശ്രമിച്ചെല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. എല്ലാവരും